നമസ്കാരം. മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം വെളിപ്പെടുത്തിയ നടി ജോളി ഈശയുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. സിനിമയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും, എന്നാൽ കരിയറിന്റെ തുടക്കത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കമന്റ് അടി തന്നെ അസ്വസ്ഥയാക്കിയിരുന്നുവെന്ന് ജോളി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. പ്രജ എന്ന സിനിമയിൽ കുഞ്ഞുമോൾ MLA എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോളിയാണ്. വളരെ വർഷങ്ങളായി അഭിനയത്തിൽ സജീവമായി നിൽക്കുന്ന താരം സീരിയലുകളിലും അഭിനയിക്കുന്നുണ്ട്. സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഒരിക്കലും ശ്വാസം മുട്ടുന്ന തരത്തിലെ അനുഭവം ഉണ്ടായിട്ടില്ല. മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ മാത്രം അങ്ങനെ അനുഭവം ഉണ്ടായി. മോഹൻലാൽ ഭയങ്കരമായി കമന്റുകൾ പാസ്സാക്കും. ആദ്യമായി മോഹൻലാലിനൊപ്പം സ്ഫടികമാണ് ചെയ്തത്. ഞാനപ്പോൾ നല്ല ചെറുപ്പമായിരുന്നു. മോഹൻലാൽ കമന്റ് അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഞാൻ അങ്ങ് വിയർത്തുപോയി. പെണ്ണായി ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സിനിമ കഴിഞ്ഞ് പ്രജ ചെയ്തപ്പോൾ മോഹൻലാലിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ജോളി എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലാലേട്ടൻ, ഞാൻ കല്യാണം കഴിച്ച സ്ത്രീയാണ്, കുട്ടികളുണ്ട്, പ്രായമുണ്ട്. എങ്കിൽ പോലും കമന്റ് പാസ്സാക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടാകാറുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും തോന്നുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നമ്മളോട് അടുത്തിടപഴകാതെ അവരോട് കമന്റ് പറയരുതെന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം സോറി പറഞ്ഞു. ഇങ്ങനെ ഒരു അനുഭവം അല്ലാതെ വേറൊരാളിൽ നിന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ജോളി തുറന്നു പറഞ്ഞു. അതേസമയം അമ്മയിലെ അനുഭവങ്ങളെക്കുറിച്ചും അവർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ശരിയോ തെറ്റോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെന്നും, സംഘടനയ്ക്കുള്ളിൽ പലതരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ലക്ഷ്മി പ്രിയെ അതിനകത്ത് കയറ്റാനേ പാടില്ല. അതിനുള്ള യോഗ്യത ആ കുട്ടിക്കില്ല. ലക്ഷ്മി പ്രിയ ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു പെണ്ണ് തന്നെയാണ്. ഒരാൾ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പിഷാരടി സംസാരിച്ച പോലെ ആരെങ്കിലും അത് അത്ര കമ്പനി ആയിട്ടില്ലേ സംസാരിക്കുക? നമ്മൾ ഈ ഫീൽഡിലുള്ളതല്ലേ? നമ്മളോട് നമ്മുടെ സഹപ്രവർത്തകർ സംസാരിക്കുന്ന രീതികൾ നമുക്കറിയാമല്ലോ. അത് പൊതുജനത്തിനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഒരു വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്കിടുമ്പോൾ പണിയില്ലാത്ത പിള്ളേർ അനുഭവിക്കുന്ന വേദനയുണ്ട്. അതുപോലെയാണ് ഇതെനിക്ക്. ആരോഗ്യപരമായി മോശം അവസ്ഥയിലുള്ളവരൊക്കെയുണ്ട്. ബാബുസ്വാമിയൊക്കെ കഴിഞ്ഞ തവണ വണ്ടിയിൽ കയറാൻ പോലും വയ്യാതെയാണ് വന്നത്. എല്ലാ മാസവും കൃത്യമായി നമുക്കുള്ള മരുന്ന് വീട്ടിലെത്തിക്കും. 10,000 രൂപയുടെ വരെ മരുന്ന് ഒരു മാസം തരും. പൈസയായിട്ടല്ല, മരുന്നായിട്ട് തരും. ബാബുവും ഇന്നസെന്റും ഒക്കെ എത്ര സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. മീറ്റിങ്ങിന് പോകാൻ ഞങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കാറുണ്ടായിരുന്നു. കണ്ണിൻ്റെ ഫ്രെയിമും ഓപ്പറേഷനും ഒക്കെ സൗജന്യമായി ചെയ്തു തന്നു. എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയതാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യം. സംഘടന പിരിച്ചുവിടണമെന്നൊക്കെ ചിലർ പറയുമ്പോഴും വേദന തോന്നാറുണ്ടെന്നും ജോളി ഈശോ പറയുന്നു. 1-ാം തീയതി അക്കൗണ്ടിൽ പൈസ എത്തും. ആശുപത്രിയിൽ കിടന്നാൽ 7 ലക്ഷം രൂപ വരെയൊക്കെ തരും. ഒരു കുടുംബത്തിലെ അംഗത്തെ എന്ന പോലെയാണ് നോക്കുന്നത്. ഓണക്കോടിയും ക്രിസ്മസ് ഗിഫ്റ്റും ഒക്കെ തരും. ഇങ്ങനെയുള്ള ഒരു സംഘടന പോയാൽ അതൊക്കെ നഷ്ടപ്പെടും. മോഹൻലാലും മമ്മൂക്കയും സുരേഷ് ഗോപിയും ഒക്കെ ഇതിൽ നിന്ന് ഒന്നും നേടാനല്ല നിൽക്കുന്നത്. അവർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് ആണുങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഒരാണ് വന്ന് പറയുമ്പോൾ കേൾക്കണം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. അവർക്ക് പോലും ഒരു വില കൊടുക്കാതെ അഹങ്കാരത്തോടെ പെരുമാറുന്നവരുണ്ട്. 13ാമത്തെ വയസ്സിൽ ഈ ഫീൽഡിൽ വന്നതാണ് ഞാൻ. അനാവശ്യം പറയുന്നവരും പ്രവർത്തിക്കാൻ വരുന്നവരുമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്നും നടി പറയുന്നു. അമ്മയ്ക്കുള്ളിലെ തർക്കങ്ങൾ പുറത്ത് വാർത്തയായി വരുന്നതിനെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. വീട്ടിൽ വഴക്കുണ്ടായാൽ ഉടൻ അങ്ങോട്ട് കൊടുക്കുക, പിരിഞ്ഞ് എന്ന് പറയുക. ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരോട് പറയുന്നത്? ഞാൻ മരിച്ചുപോയി, തെണ്ടി നടക്കുന്നു എന്നൊക്കെ ചിലർ വ്യാജ വാർത്ത കൊടുത്തു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ കുറച്ചുപേർ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ. പുറത്തു നിന്നുള്ളവർ വിളിച്ചു ചോദിക്കാറുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്ന് കൃത്യമായി അറിയില്ല. എന്തൊക്കെയോ ഇതിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട്. പുരുഷന്മാരല്ല, കുറച്ച് സ്ത്രീകൾ തന്നെയാണ് പ്രശ്നം. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പക്വത വേണം, പെരുമാറ്റത്തിൽ മയം വേണം. ഞാൻ വലിയ സംഭവമാണെന്ന് കരുതുന്നവർ തലപ്പത്തിരിക്കാൻ കൊള്ളില്ല. ഇടവേള ബാബു ആയിരുന്നപ്പോൾ ഏത് രാത്രി വിളിച്ചാലും പേര് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. റോണി, ആശ, അൻസിബ എന്നിവരൊക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. അൻസിബ സംഘടനയ്ക്കായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ സ്ഥാനത്തിന് ഇത്രയും പവർ ഉണ്ടെന്ന് അവർ കയറിയപ്പോഴാണ് അറിഞ്ഞത്. സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ സഹപ്രവർത്തകർ തമ്മിൽ തമാശകൾ പറയും. പിഷാരടി സംസാരിച്ചതുപോലെ അത്രയും കമ്പനിയായിട്ട് സംസാരിക്കുന്നത് പൊതുജനത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ച് എല്ലാവരെയും മോശക്കാരാക്കുന്നത് ശരിയല്ലെന്നും അവർ അഭിമുഖത്തിൽ പറയുന്നു.